അറിയപ്പെടുന്ന ഒരു നയതന്ത്രജ്ഞനൊപ്പമാണ് കർമാനൂസ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ നയതന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിൽ വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മോദിക്കൊപ്പം ഇന്ത്യൻ നയതന്ത്രം, അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇന്ത്യൻ നയതന്ത്രം എല്ലാ കാലത്തും ഒരു ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ഓരോ പ്രധാനമന്ത്രിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മോദിക്കും അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് 2014 ശേഷം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെപ്പറ്റി പറഞ്ഞു, ഇപ്പം നെഹ്റുവിൻ്റെ ആണെങ്കിൽ ഒരു ഐഡിയലിസ്റ്റിക് ഫോറിൻ പോളിസി ആയിരുന്നു. മിസസ് ഗാന്ധിയുടെ ഒരു പ്രാഗ്മാറ്റിക് ഫോറിൻ പോളിസി ആയിരുന്നു. നരസിംഹറാവുവിൻ്റെ ഒരു ഗ്ലോബൽ ഫോറിൻ പോളിസി ആയിരുന്നു. നരേന്ദ്രമോദിയുടേത് ഒരു അസർട്ടീവ് ഫോറിൻ പോളിസിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വി ആർ നോൺ അലൈൻഡ്. ഇപ്പോൾ അതിന് നോൺ അലൈൻഡ് എന്ന് പറയുന്നില്ല, വി കോൾ ഇറ്റ് സ്ട്രാറ്റജിക് ഓട്ടോണമി. പക്ഷേ ഇറ്റ് ഇസ് ദ സെയിം തിങ്. നെഹ്റു 1947 പറഞ്ഞത് തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഫോറിൻ പോളിസി ഇന്ത്യക്ക് വേണ്ടിയാണ്, പക്ഷേ അത് നമ്മൾ ലോകത്തിൻ്റെ ഗുണത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ സ്ട്രാറ്റജിയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇൻറ്റേർണൽ ഉള്ള ചില പോളിസീസ് പുറത്തുള്ളവർ വലുത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റി ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ. ഹി ഡസൻറ്റ് ബോദർ ടു മച്ച് അബൌട്ട് ഫോറിൻ അഫയേഴ്സ്, നോട്ട് ഫോറിൻ അഫയേഴ്സ്, ഐ മീൻ ഫോറിൻ powers. We want to be at peace with them, but at the same time our priority is our own country's development. അങ്ങയുടെ സ്പീച്ചിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ചാണക്യൻ്റെ വാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു പോളിസിയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അറബ് കൺട്രീസിനോട് അല്ലെങ്കിൽ അവിടെ പോയി ക്ഷേത്രം റിയാലിറ്റിയാണ്. കാരണം നമ്മളെ അടുത്ത നെയ്ബേഴ്സ് ഒരിക്കലും നമ്മളോട് ഫ്രണ്ട്ലി ആയിരിക്കില്ല എന്ന് ചാണക്യൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾ ദ ടൈം ഉണ്ട്. അതുപോലെ വലിയ രാജ്യമാണ്, നമ്മളെപ്പോഴും അവർക്ക് ഇങ്ങനെ ഫ്രീ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതെപ്പോഴും നടക്കാത്തതായിട്ടില്ല. നമ്മളൊക്കെ പെട്രോളിന് നമ്മളാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നേപ്പാളിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൺസെഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കൺസെഷൻ വേണമെന്ന് വരും. അപ്പം ഗുജറാത്ത് സാബ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നോൺ റെസിപ്രോക്കൽ സപ്പോർട്ട് കൊടുക്കണം നെയ്ബേഴ്സിന്. അങ്ങനെ ഒരു പോളിസി ഗുജറാത്ത് ഡോക്ട്രിൻ ഉണ്ടാക്കി. പക്ഷേ നടന്നില്ല. അദ്ദേഹം കൂടുതൽ കൊടുത്തു തുടങ്ങിയപ്പോൾ കൂടുതൽ ആവശ്യപ്പെട്ടു തുടങ്ങി. സോ വി ആർ ബാക്ക് ടു ദി ഓൾഡ് പോളിസി ഓഫ് റെസിപ്രോസിറ്റി. നമ്മൾ നന്നായിട്ട് പെരുമാറും, അവരും ഇങ്ങോട്ട് നന്നായിട്ട് പെരുമാറണം. അങ്ങ് എല്ലാ നേതാക്കന്മാരെയും കണ്ടതാണ്, അവരോടൊപ്പം രാജ്യതന്ത്രത്തിൽ ചേർന്ന് പ്രവർത്തിച്ചാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങ് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എല്ലാ റെസ്പെക്റ്റോടു കൂടിയും ചോദിക്കുകയാണ്. ഇതിൽ ഏത് നേതാവിനോടൊപ്പം വർക്ക് ചെയ്തപ്പോഴാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയത് നയതന്ത്രം? അല്ല, അത് പറയാൻ വിഷമാണ്. കാരണം എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ചിലരുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒന്ന് നരസിംഹറാവുവാണ്. ഞാൻ UN-ലായിരുന്നപ്പോഴൊക്കെ അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു, പിന്നെ പ്രൈം മിനിസ്റ്റർ. സോ ഐ റെസ്പെക്ട് ഹിം എ ലോട്ട്. ഐ തിങ്ക് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രൈം മിനിസ്റ്റേഴ്സ് വി ഹാഡ്. ആൻഡ് ഭാരത് രത്ന ഹാസ് ബീൻ ഗിവൺ ടു ഹിം നൗ. ഇറ്റ് ഈസ് ടു ലേറ്റ്, ഐ തിങ്ക്. സോ ദാറ്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്. പിന്നെ മിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി, ഇവരോട് രണ്ടുപേരുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചേർന്ന് ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. രണ്ടുപേരും അവർ ശരിക്കും രണ്ടും നെഹ്റുവിയൻസാണ്. ഞാൻ പറയാനുണ്ടായിരുന്നു, നരസിംഹറാവും വാജ്പേയിയും കൂടെ ചേർത്ത് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ദാറ്റ് ബി ദ ബെസ്റ്റ് ഗവൺമെൻറ് ഫോർ ഇന്ത്യ. പക്ഷേ അതിലൊക്കെ വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തെ സ്ഥിതി വ്യത്യാസമുണ്ട്. പക്ഷേ നരസിംഹറാവ് ഇസ് വെരി ഗുഡ്. ശരിക്കും ഇപ്പോൾ ഒത്തിരി നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയോട് അസൂയ തോന്നുന്ന ഒരു കാര്യം ഇന്ത്യൻ നയതന്ത്രം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടികളോട്, വരുന്ന തലമുറയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നയതന്ത്രം ഇപ്പോൾ പലരും അങ്ങയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ലൈഫിലെ ഒരു വലിയ കാര്യമായി അല്ലെങ്കിൽ അവരുടെ ഒരു എയിമായിട്ട് നയതന്ത്രം സ്വീകരിക്കുന്നതിന് അങ്ങക്ക് നൽകാനുള്ള സന്ദേശം. ഞാൻ എപ്പോഴും ഫോറിൻ സർവീസ് ആണ് മോസ്റ്റ് ചാലഞ്ചിങ് ആൻഡ് സാറ്റിസ്ഫൈങ് ജോബ് എന്ന് പറയാറുണ്ട്. പലർക്കും അത് അറിയില്ല. കാരണം അറിയില്ലല്ലോ. ഇവിടെ നമ്മൾ കളക്ടേഴ്സ് ഫ്ലാഗ് വെച്ചുകൊണ്ട് പോകുന്നു, അതുകൊണ്ട് ഏറ്റവും വലിയ ജോലിയെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. വി ഡീൽ വിത്ത് ഇഷ്യൂസ് ആൻഡ് വി ഡീൽ വിത്ത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ എക്സൈറ്റിംഗ് ആൻഡ് ചാലഞ്ചിങ് ആണ്. മുമ്പത്തെ പോലെ അത് പോപ്പുലർ അല്ല. ഞാനൊക്കെ ചേരുമ്പോൾ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പലർക്കും IAS, IPS, IRS ആണ് താല്പര്യം. ഇന്ത്യൻ ഫോറിൻ സർവീസ് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഒരു ബുക്ക് ഈയിടെ എഴുതിയതിൻ്റെ ഉദ്ദേശം തന്നെ അത് തന്നെയായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ് ചാംസ് ആൻഡ് ചലഞ്ചസ്. ചെറിയ ബുക്ക്, 142 പേജസ്. അതിൽ ഞാൻ പറയുന്ന റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, വാട്ട് എവർ ഹാപ്പൻസ്, ആൻഡ് ഈവൻ പോസ്റ്റ് റിക്രൂട്ട്മെൻറ്റ്. പോസ്റ്റ് റിട്ടയർമെൻറ്റ്. ഐ ബീൻ 20 years retired. Never had a single minute of rest because people want you to go, talk to them, teach them, etc. So it's very exciting.